അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. നമ്മുടെ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ സാർ ഭദ്രദീപം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. വടക്കാഞ്ചേരിയുടെ പ്രിയപ്പെട്ട കലാപ്രതിഭകൾ അരങ്ങ് തകർക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവ വേദികളിലേക്ക് ഇതാ നാളെയുടെ പ്രകാശമേകുന്ന കലാപ്രതിഭകൾ ഇന്നിവിടെ യാത്ര തുടങ്ങുകയാണ്. ബഹുമാന്യനായ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ സാർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ച കലാവിരുന്ന് 14 വേദികളിലായി നടത്തപ്പെടുമ്പോൾ കലാകിരീടത്തിൽ മുത്തമിടുന്ന വടക്കാഞ്ചേരിയുടെ വിദ്യാലയം ഏതെന്നറിയാൻ ഒക്ടോബർ 25 നടക്കുന്ന അവസാന ഇനവും കഴിയേണ്ടി വരും എന്നത് തീർച്ചയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ UR പ്രദീപ് സാർ തുടങ്ങിയ വിശിഷ്ട സാന്നിധ്യം. കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നില്ല. കാരണം കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയി. ഇനി ഇവിടെ ഇരിക്കുന്നത് കുട്ടികളല്ല, രക്ഷകർത്താക്കളാണ് എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കലോത്സവത്തിൽ കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ രക്ഷകർത്താക്കളിലൂടെ പറഞ്ഞ് കുട്ടികളോട് രക്ഷകർത്താക്കൾ പറയേണ്ട അവസ്ഥയാണ്. അപ്പോൾ കലോത്സവം എന്തിനാണ് സംഘടിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികളിലെ വ്യത്യസ്തമായുള്ള കഴിവുകളെ കണ്ടെത്താനും അത് പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേവലം ക്ലാസ് മുറിയിൽ മാത്രം പഠിച്ചതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ അറിവുണ്ടാകുന്നില്ല. അവർ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ കലോത്സവങ്ങൾ അല്ലെങ്കിൽ കായികോത്സവങ്ങൾ മറ്റു രീതിയിലുള്ള പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നു. ഒരു കുട്ടി വളരേണ്ടത് വ്യത്യസ്ത മേഖലയിലെ അനുഭവങ്ങളുടെ ആവണം. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ കലോത്സവത്തിൻ്റെ ലക്ഷ്യം. ഈ വർഷത്തെ നമ്മുടെ സംസ്ഥാന കലോത്സവം നടക്കുന്നത് തൃശ്ശൂർ വെച്ചാണ്. നമുക്കറിയാം, നിരവധി ഘട്ടങ്ങളിൽ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ വെച്ച് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ കുട്ടികൾ കലോത്സവം ഇവിടെ വെച്ച് നടക്കുകയാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായി കൊണ്ടാണ് നമ്മുടെ സബ് ജില്ലാ കലോത്സവങ്ങൾ അതുപോലെ തന്നെ ഉപജില്ലാ കലോത്സവങ്ങളെല്ലാം തന്നെ നടത്തുന്ന സ്ഥിതി ഉണ്ടാകും. 63ാം സബ് ജില്ലാ കലോത്സവമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഏകദേശം 100 ചില്ലാറും സ്കൂളിൽ നിന്നാണ് നമ്മുടെ ഈ വരവൂർ മണ്ണിലേക്ക് മത്സരത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. രക്ഷിതാക്കൾക്ക് യാതൊരു വിഷമവും ടെൻഷനും ഒന്നും ഇവിടെ എത്തുമ്പോൾ ഉണ്ടാവുന്നതില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ സംഘാടകർ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, മറ്റ് അധ്യാപകരോടൊപ്പം കൂടി കുറച്ച് ദിവസങ്ങളായി വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ മത്സരം നടക്കുന്ന സ്ഥലത്തും മറ്റു പരിസര പ്രദേശത്തുമെല്ലാം കുട്ടികൾക്ക് വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അവതരിപ്പിക്കാനും വിജയിച്ച് മടങ്ങി വീട്ടിലേക്ക് പോകാൻ വരെയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും ശ്രദ്ധയും ജാഗ്രതയോടുകൂടി ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ, അതും കൂടുതൽ പുതുമയോടെ.
കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ്, ഡിസ്പ്ലേ സിസ്റ്റംസ്, സൈൻ ബോർഡ്സ്, വെഹിക്കിൾ ഗ്രാഫിക്സ്, ഇൻഷോ ബ്രാൻഡിംഗ്, സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ്, അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ്, വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ്, ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ്, എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ്, ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ക്ലോത്ത് പ്രിന്റിംഗ്, ഫാബ്രിക്സ്, ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ്, ഇൻഡോർ സൈനേജുകൾ, വുഡ്, അക്രിലിക്, ഗ്ലാസ് മൊമെന്റോകൾ, മഗ്, പേന പ്രിന്റിംഗ്, കീ ചെയിൻ, ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ്, ടീഷർട്ട് പ്രിന്റിംഗ്, സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ്. ലെതർ, ടയർ, മരം, ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു. ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ്, മച്ചിങ്ങൽ ലൈൻ, MG റോഡ്, തൃശൂർ. ഫോൺ 9605127000, 9605147000.